ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എല്ലായിടത്തും വിപണികളും ഒക്കെ സജീവമായി നമ്മൾ കണ്ടു. മിഠായി തെരുവിൽ നമുക്കിനി പള്ളികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞോ എന്ന് നോക്കാം. നെടുങ്കണ്ടത്തേക്കാണ് നമ്മൾ പോകുന്നത്. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് സന്ദീപ് രാജാക്കാട്. നമ്മുടെ ക്രിസ്മസ് വില്ലേജ് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. സന്ദീപിനെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ ഇങ്ങോട്ട് വരാൻ? അവിടെ എന്തായി ആഘോഷം? ഗുഡ് ഈവനിങ് സുജയ പാർവതി. എന്തായിരുന്നാലും എല്ലായിടത്തെയും പോലെ തന്നെ മലയോരവും ആഘോഷരാവിനെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമുക്ക് ഈ നെടുങ്കണ്ടത്തെ പള്ളിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ പള്ളിക്ക് ചുറ്റും നക്ഷത്ര വിളക്കുകൾ ഇങ്ങനെ തെളിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ആഘോഷങ്ങൾ ഇങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട്. ഈ രാത്രിയിലേക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുന്നു. എന്തായിരുന്നാലും സുജയ പറഞ്ഞ പോലെ എനിക്കും ഫ്ലോറിലേക്കൊന്ന് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടുക്കിയിൽ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവിടേക്ക് എത്തിക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനും ഇവിടെ നിന്നിരിക്കുന്നത്. എന്നായിരുന്നാലും പള്ളിമുറ്റത്ത് ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് പേരിങ്ങനെ ഇതെല്ലാം സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ജിതിൻ കണ്ടോ, ഇങ്ങനെ പുൽക്കൂടൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആളുകളൊക്കെ എന്ത് ചെയ്യുക, എല്ലാം റെഡിയായി. ഇനിയിപ്പം വൈകുന്നേരത്തെ ആഘോഷത്തിനുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണോ? അതെ അതെ, ഉറപ്പായിട്ട് നമ്മൾ ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് ആദ്യമേ പുൽക്കൂടാണ്, അതിനുശേഷം മറ്റുള്ള പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. അപ്പം ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫിനിഷിംഗ് വർക്കൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് ഫുള്ള് ഒരു 2 ആഴ്ചത്തോളം ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പണിയാണിത്. അപ്പം ഇതിൻ്റെ പൂർണ്ണ രൂപം എന്നാന്ന് ഇന്ന് വൈകുന്നേരം അറിയാൻ പറ്റുള്ളൂ. ഈ നക്ഷത്രങ്ങൾ എങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നാണോ അത് നമ്മുടെ ഇടവകയിലെ ഓരോ കൂട്ടായ്മ തലത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഓരോ കൂട്ടായ്മയിലെ ആൾക്കാർ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മത്സരം ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മത്സരമാണ്. അപ്പം അതിനകത്ത് 7 അടി പൊക്കം തൊട്ട് 10 അടി പൊക്കം വരെയുള്ള നക്ഷത്രങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതിനകത്ത് ക്രിയേറ്റിവിറ്റിക്കൊക്കെ മാർക്കുണ്ട്. അതിന്റെ റിസൾട്ട് ഇന്ന് വൈകുന്നേരം കുർബാനയ്ക്ക് ശേഷം നമ്മൾ അതൊക്കെ ചോദിച്ചു വെച്ചോളൂ സന്ദീപ് രാജാക്കാട്. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. തീർച്ചയായും ക്രിസ്മസ് കാർണിവലിൽ നമ്മൾ ഓരോ ഇടത്തെയും മത്സരവും കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജാക്കാട്, നമ്മുടെ സന്ദീപ് രാജാക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ ഒരുക്കങ്ങളാണ് കണ്ടത്. എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർക്കായി നമ്മളിങ്ങനെ